എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഡീൽ വിത്ത് എ ക്രുക്കഡ് കോമ്പറ്റീറ്റർ. അതായത് വക്രബുദ്ധിയുള്ള ഒരു എതിരാളിയെ നമുക്ക് എങ്ങനെ നേരിടാം. മിക്ക ആളുകളും അന്വേഷിക്കുന്ന ഒരു ടോപ്പിക്കാണിത് എന്ന് അറിയാം. പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ ഇപ്പം സമയം എന്തായാലും ഇല്ല. വളരെ ചുരുക്കി പറയാം. ചാണക്യൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മിക്ക ആളുകളുടെയും ഒരു റിയാക്ഷൻ, അതായത് നമ്മളോട് ഒരാൾ നല്ല രീതിയിൽ പെരുമാറിയാൽ അവരോടും നമ്മൾ നല്ല രീതിയിൽ തിരിച്ച് പെരുമാറും. പക്ഷെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമ്മളും അവരോട് തെറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രവണത തീർച്ചയായിട്ടും അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എന്നോട് ഒരു കാരണമില്ലാതെ ഇന്നൊരു കാര്യം ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് തിരിച്ച് അതേപോലെ ചെയ്തുകൂടാ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആളെ നമ്മൾ എതിർക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രം ചിലപ്പം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ ആ ആളായിരിക്കില്ല ആ ഒരു തെറ്റ് ചെയ്യാനുള്ള കാരണം. അയാൾക്ക് അയാളുടെ പുറകിലുള്ള സാഹചര്യമായിരിക്കാം. അപ്പം നമുക്ക് എതിരെ നിൽക്കുന്നത് അതൊരു വ്യക്തിയാണെങ്കിലും ഒരു സാഹചര്യമാണെങ്കിലും അതിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളത് വ്യക്തമായി ചിന്തിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ പാറ്റേണും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അതിന് നല്ലൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത് ചെസ്സ് കളിയാണ്. ഇപ്പം ചെസ്സിൽ ഇപ്പോൾ രണ്ടുപേര് കളിക്കുന്നു. അതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കരുക്കളെ നീക്കി മറ്റുള്ള ആളുടെ കരുക്കളെ നീക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു യുദ്ധം പോലെ തന്നെയാണ് അവിടെ. പക്ഷെ അവിടെ ശരിക്കും വളരെ ചിന്തിച്ചാണ് നമ്മൾ ഓരോ നീക്കവും എടുക്കുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ജസ്റ്റ് എൻ്റെ ഒരു തേരാളിയെ വെട്ടിയതുകൊണ്ട് മാത്രം ഞാൻ അയാളുടെ തേരാളിയെ വെട്ടണം എന്നില്ല. ഒരു പക്ഷേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നേരിട്ട് രാജാവിനെ തന്നെ വെട്ടാനുള്ള ഒരു സാഹചര്യം വന്നേക്കാം. എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിയാണെങ്കിലും ഒരു സാഹചര്യമാണെങ്കിലും എന്തുകൊണ്ടത് സംഭവിച്ചു, എങ്ങനെ അതിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇനി ചെസ്സ് വിട്ടിട്ട് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ അയാളെ ശിക്ഷിച്ചുകൊണ്ടോ അയാൾക്ക് എന്തെങ്കിലും ഒരു നാശം വരുത്തിയോണ്ടോ ചിലപ്പം അയാൾക്ക് മാത്രമായിരിക്കില്ല നമുക്കും ചിലപ്പം വേദന ഉണ്ടാകാം. കാരണം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരിക്കും അയാൾ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇയാൾ ഇങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം എന്താണ്, അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് അത് ആ സാഹചര്യത്തെ തന്നെ മൊത്തം ഇല്ലാതാക്കാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഒരുപക്ഷെ അവർ തെറ്റ് ചെയ്തു, കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാശം വരുത്തി. അപ്പം അതിന് ആ കുട്ടികളെ അടിച്ചതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. അവർ ഇനിയും അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ആ സ്വഭാവം തന്നെ മൊത്തത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാം, അതും ചിന്തിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അവർ ദൂരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ശിക്ഷ കൊടുത്തിട്ടോ കൊണ്ട് മാത്രം കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ ഒന്നുകൂടെ വാശി കൂടി വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകാം, അല്ലേ? അപ്പം ഇത് ഒരു എന്താ പറയുക, കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിലും തീർച്ചയായിട്ടും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി ഒന്ന് ചിന്തിച്ച് വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അത് മൊത്തത്തിൽ ഇല്ലാതാക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളിൽ ഓരോരുത്തർക്കും ചിന്തിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.